आज हिमाचल में देखिए, जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं। हिमाचल में जो सेब उगता था, उसके जो छोटे छोटे किसान हैं वह रो रहे हैं। സർ, പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ കന്നി പ്രസംഗം നടത്തി. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ മെച്ചമുള്ളതാണോ മെച്ചം കുറഞ്ഞതാണോ എന്നുള്ളൊരു സംശയം പരിഹാസമൊക്കെ ഉണ്ട്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. മറ്റൊരു കാര്യം പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ 142, അതായത് ഹിമാചൽ പ്രദേശിൽ ആപ്പിൾ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന ചില നിയമങ്ങളാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് പറയുന്നത്. 142 കോടി ജനങ്ങളെ ഒറ്റപ്പെടുത്തിയതിന് ശേഷം ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങൾ BJP സ്വീകരിക്കുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം വരുമ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ പ്രിയങ്കയ്ക്ക് ഒരു പാളിച്ചു പറ്റി. ഇപ്പുറത്തെ ഭരണഘടനയുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഭരണഘടന എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്ക് ചരിത്രം അറിയാം. എങ്ങനെ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രിയങ്കയുടെ ആദ്യത്തെ പാർലമെൻ്ററി പ്രസംഗം എന്ന നിലയിൽ വളരെ കൗതുകത്തോടെ ഞാനത് വായിക്കാൻ ശ്രമിച്ചു. വയനാട്ടിലെ MP എന്ന നിലയിൽ അവർ എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങളോട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ പ്രസംഗത്തിൻ്റെ അന്തസ്സത്ത എന്താണ്. അവരൊരു ദേശീയ രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. BJP ഗവൺമെൻറ്റിനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കുറ്റപ്പെടുത്തുവാനുള്ള അവരുടെ സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആവേശവും അഭിപ്രായങ്ങളും ഒരു പ്രതിധ്വനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ ഉപരി അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു രൂക്ഷത മറ്റ് പല കോൺഗ്രസ് നേതാക്കളെക്കാളും കുറേ കൂടെ പക്വതയാർന്ന വാക്കുകളിലൂടെ സംസാരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് നോക്കി വോട്ട് ചെയ്ത് ആണല്ലോ വയനാട്ടിലെ ജനങ്ങൾ അവർക്ക്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അനന്തരഗാമിയാകുമോ പ്രിയങ്ക ഗാന്ധി എന്ന ഒരു വീക്ഷണത്തോടെ നമ്മൾ നോക്കിയാൽ ഇവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഉൾക്കാഴ്ചയൊന്നും ഈ പ്രസംഗത്തിലൂടെ നിഴലിക്കുന്നില്ല. പിന്നെ വസ്തുതാപരമായ ചില പിശകുകളും പ്രിയങ്കയ്ക്ക് സംഭവിച്ചു. അത് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 70 വർഷമായി കോൺഗ്രസ് ഭരണഘടനയെ പരിരക്ഷിച്ചു പോരുകയാണ്. അതിൻ്റെ അന്തസ്സത്ത മായാതെ കാത്തു രക്ഷിക്കുന്നതിൽ കോൺഗ്രസ് കാണിച്ച ജാഗ്രത മാതൃകാപരമാണ്. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് BJP അത് അട്ടിമറിക്കുകയാണ്. ഇത് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല. പ്രിയങ്കയ്ക്ക് ചരിത്രബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും കുറവാണോ എന്ന് പോലും സംശയിക്കണം. സത്യമായിട്ട് പറയുമ്പോഴല്ലേ സമൂഹത്തിലെ ഒരു ബൗദ്ധ്യ മണ്ഡലം പ്രിയങ്കയിൽ ഒരു ഭാവി നേതാവിനെ കാണാം. അവർ വലിയ ഉൾക്കാഴ്ചയോടെ സംസാരിക്കുന്ന ഒരു നേതാവായി ഇവിടെ വരും എന്നൊക്കെ നമുക്ക് തോന്നണ്ടേ. അവരുടെ ആദ്യത്തെ പ്രസംഗം അക്കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രസംഗം, രാഷ്ട്രീയം പറയുന്നതിൽ കുറ്റമൊന്നുമില്ല. ഈ 142 കോടി ജനങ്ങളെ മറന്നിട്ട് ഒരാൾക്ക് വേണ്ടി, അതിലൊരാളിന് മാത്രമാണ് അത്. ഒരു പക്ഷേ അംബാനിയെയാണ് അവരുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അംബാനിക്ക് വേണ്ടിയാണ് മോദി ഭരണകൂടം നിൽക്കുന്നത് എന്നത് കുറേ കാലമായിട്ട് കോൺഗ്രസും പ്രതിപക്ഷത്തുള്ളവരും പാർലമെൻറ്റിലുമൊക്കെ പറയുന്ന കാര്യമാണ്. അതൊന്നും അടിസ്ഥാനപരമായി വസ്തുതയുടെ പിൻബലമില്ലാത്ത കാര്യങ്ങളാണ്. അമേരിക്കയിലെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ അഭിപ്രായവും അവരുടെ ലക്ഷ്യവും ഇവരേറ്റെടുക്കുകയും ജോർജ് സോറോസ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കയ്യിലെ ആയുധമായി തീരുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെ നവനേതാക്കൾ എന്നത് സങ്കടകരമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എയർപോർട്ട്, അതുപോലെ തന്നെ ഈ തുറമുഖങ്ങൾ, മറ്റ് ബിസിനസ്സുകൾ, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അദാനിയുമായിട്ട് BJP നേതാക്കൾക്കും BJPക്കും ഒരു വഴിവിട്ട ബന്ധമുണ്ട്. ഇതാണ് ഈ പ്രിയങ്കയുടെ പ്രസംഗത്തിലൊക്കെ മുഴച്ചു നിന്നൊരു കാര്യം. അപ്പോൾ അദാനിക്ക് വേണ്ടി 142 കോടി ജനങ്ങളെയും ഈ BJP സർക്കാർ വഞ്ചിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അത് അല്ലെ, കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ എല്ലാം തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയാണോ? ഇന്ത്യ ഭരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മഹാത്മാഗാന്ധിക്ക് പോലും ബിർളയെ വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിർളയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിർളയുടെ പേറോളിലുള്ള ഒരാളായിരുന്നു ഗാന്ധിജി.
അപ്പോൾ അതൊക്കെ ഒരു പാവമൊന്നുമല്ല. ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഭരണകൂടമോ കക്ഷിയോ നേതാക്കളോ ബന്ധപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലൊരു പാപമല്ല. പക്ഷേ അതിൻ്റെ അവിഹിതമായ ആനുകൂല്യം ഇവർ പറ്റുന്നുണ്ടോ, നിയമരഹിതമായ അവകാശങ്ങൾ വല്ലതും പറ്റുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള ആരോപണം വല്ലതും കൃത്യമായി ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഇത് വെറുതെ ആരോപണം പറയാം. 142 കോടി ജനങ്ങളെ പാടെ മറക്കുകയും ഒരാളിനെ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങളാരെങ്കിലും അത് പറയുമോ? ഇന്ത്യയിലെ എത്രയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ 60 വർഷത്തിനുള്ളിൽ നടന്നതിനേക്കാൾ ജനകീയമായ മാറ്റങ്ങളും പുരോഗതിയും ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കാറുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 77 വർഷമായിട്ടും നല്ല ശൗചാലയങ്ങൾ പോലും ഇവിടുത്തെ സാധാരണക്കാർക്കില്ലായിരുന്നു. അത് ഒരു മോഡി 2014 വന്നപ്പോഴാണ് ഇനി നമുക്ക് കക്കൂസിനെ കുറിച്ച് ചിന്തിക്കാം എന്ന ഒരു അടിസ്ഥാന വിഷയത്തിൽ സ്പർശിക്കുക പോലും ചെയ്തത്. അത് തന്നെ നോർത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ വോട്ട് രാഷ്ട്രീയം വോട്ട് അനുകൂലമാക്കാനൊക്കെ സഹായിക്കുകയും ചെയ്തു. കാരണം പറമ്പുകളിൽ മലമൂത്ര വിസർജനം ചെയ്ത് ഇരുട്ട് വീഴാനായിട്ട് കാത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭൂരിപക്ഷം നിറഞ്ഞ നാടായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെയുള്ള വെളിമ്പറമ്പിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? അത്തരം ഇന്ത്യൻ ജനാധിപത്യ ഭരണകൂടങ്ങളെല്ലാം ഇത്രകാലം എന്താണ് ചെയ്തത്? എത്ര കോടി വീടുകളിലാണ് ശൗചാലയവും തീ കത്തിക്കുവാനുള്ള ഇന്ധനവും എത്തിയത്? ഇതല്ലേ അടിസ്ഥാന ജീവിതാവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. പിന്നെ സ്വന്തമായി കൊട്ടുറപ്പുള്ള വീടില്ലാത്ത എത്രയോ ആളുകൾക്ക് ഭവനങ്ങളുണ്ടാകുന്നു. എല്ലാ ഗ്രാമീണരടക്കം നഗരവാസികളും ഗ്രാമീണർ എന്ന ഭേദമില്ലാതെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുറന്ന ഒരു ഗവൺമെൻറ്. അതെനിക്ക് മാത്രമാണോ ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാട് നടത്താനുള്ള സൗകര്യം? അപ്പോൾ വസ്തുതകൾ വിസ്മരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചാലും നമ്മളതിനെ തെറ്റാണെന്ന് പറയും. കാരണം പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടെ പക്വതയോടെ കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും BJP ഗവൺമെൻറ്റിനെ വിമർശിക്കുവാനുള്ള കെൽപ്പ് ആർജിക്കുകയും വേണം. പിന്നെ ഭരണഘടനയെ ലംഘിക്കുന്നതിൽ BJP കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ വിമർശിക്കുന്നു. ഭരണഘടനയെ ലംഘിക്കുന്നു ഭരണകൂടം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ആദ്യം ലംഘിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയാണ്. ആരാണ് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട രാത്രികളെ മറന്നുപോകുക? മനുഷ്യാവകാശങ്ങളെല്ലാം നിഹരിക്കപ്പെടുകയും ലംഘിക്കപ്പെടുകയും ഭരണഘടനയെ നോക്കുകുത്തിയാക്കുകയും പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പോലും 19 മാസം ഫ്രീസ് ചെയ്യുകയും ചെയ്ത കാലമാണത്. ആര് മറക്കും? കോൺഗ്രസിൻ്റെ ഭരണം. അത് ചെയ്തത് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയുടെ ഭരണകാലത്താണ് കോൺഗ്രസ്. അതുപോലെ എന്തെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു. ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്തി. അതിനേക്കാൾ വലിയ ഒരു ബാധകമുണ്ടോ? അത് തിരുത്താൻ പാടില്ലാത്തതല്ലേ. അതിനകത്ത് സോവറിൻ സോഷ്യലിസം സെക്കുലർ എന്ന വാക്കെഴുതി ചേർത്തില്ലേ? അപ്പോൾ പ്രത്യേകമായിട്ട് സെക്കുലർ എന്ന വാക്കെഴുതി ചേർക്കേണ്ട കാര്യമുണ്ടോ? പ്രസവ വാർഡ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ പരിഹാസ്യമല്ലേ അത്? അങ്ങനെയൊക്കെ തിരുത്തിയ ആളെ എൻ്റെ പാർട്ടി തിരുത്തിയ പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് വയനാട്ടിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തിയപ്പോൾ ഒരു ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ ദേശം മുഴുവൻ ശ്രദ്ധിക്കും, ദേശത്തിന് പുറത്തുള്ളവരും ശ്രദ്ധിക്കും എന്ന് മനസ്സിലാക്കി കാര്യകാരണബോധത്തോടെ സത്യസന്ധമായ വാക്കുകൾ ഉപയോഗിക്കണം. രാഷ്ട്രീയക്കാരുടെ ചുണ്ടുകളിൽ നിന്ന് വ്യാജമായ അധരമാണ് പ്രിയങ്കയുടേത് എന്ന് കരുതാൻ നമുക്ക് വിഷമമുണ്ട്. ഇവിടെ സാർ ഇപ്പോൾ പറയുന്നത് ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ ചില നിയമങ്ങൾ, സൗഹൃദപരമല്ലാത്ത നയങ്ങൾ അവിടുത്തെ ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തെ തകർക്കുന്നു. വളരെ ആവേശത്തോടെ പറയുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ സർക്കാരാണ് കോൺഗ്രസ് ആവശ്യം. അപ്പോൾ ആ കോൺഗ്രസ് സർക്കാരിൻ്റെ നയങ്ങൾ വികലമാണ്, തെറ്റാണ്, ആപ്പിൾ കർഷകരെ തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന അതേ പാറ്റേണിൽ കുറച്ച് വിഡ്ഢിത്തരവും പ്രിയങ്ക ഗാന്ധി എഴുന്നള്ളിക്കുന്നതല്ലേ? അവർക്കുള്ള ഇഗ്നറൻസിനെ നമുക്ക് പൊറുക്കാം. അവർ വന്നതല്ലേ ഉള്ളൂ, കന്നിപ്രസംഗമല്ലേ. അതുകൊണ്ട് നമുക്ക് അതിനോട് മാപ്പ് കൊടുക്കാം. പക്ഷേ ചരിത്രം മറന്നു പോകരുത്. വസ്തുതകളെ വസ്തുതകളായി കണ്ടുകൊണ്ട്
BJP ഗവൺമെൻറ്റിനെ കോൺഗ്രസ്സിന് വിമർശിക്കാനും എതിർക്കുവാനും എന്തെല്ലാം കാര്യങ്ങളുണ്ട് രാജ്യത്ത്. രാജ്യത്തെ തൊഴിലില്ലായ്മ എപ്പോഴും പറയുന്നതല്ലേ ഇവർ. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ, പരാജയം, പൊതുവിതരണ സമ്പ്രദായത്തിലെ പൊരുത്തക്കേടുകൾ, കർഷകർക്ക് മതിയായ സപ്പോർട്ടീവ് പ്രൈസ് കിട്ടുന്നില്ല, കാർഷിക പ്രക്ഷോഭം പലയിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യവും ഗുണവും വെച്ചും കൊണ്ട് ഇന്ത്യയിലെ വിഘടനവാദത്തിന് തീ കൂട്ടാനായിട്ട് കർഷകരെ ആയുധമാക്കുകയല്ല വേണ്ടേ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കർഷകൻ്റെ പ്രശ്നം എന്താണ്? എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുവാനുള്ള ഒരു ഗവൺമെൻറ് നീക്കത്തെ സംഘടിതമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ അടിസ്ഥാനപരമായി ജനങ്ങൾ ദൈനംദിനം നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ സമയത്താണ് ഉണ്ടയില്ല വെടിയുമായിട്ട് ഇതുപോലെ ഈ മൈതാന പ്രസംഗം കൊള്ളാം, പക്ഷേ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ആ ഒരു നേതാവ്, വളർന്നു വരുന്ന ഒരു നേതാവ് അതിൻ്റെ പക്വത പ്രകടിപ്പിക്കണം. കാരണം ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ വാക്കുകൾ അപ്രിയമാകാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.